ഒരു വീട്ടിലെ 2 പേർക്ക് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചതോടെ കടുത്ത ദുരിതത്തിലാണ് കണ്ണൂരിലെ ഒരു കുടുംബം. കുടുംബത്തിന്റെ അത്താണിയായ സഹോദരങ്ങൾക്കാണ് ജനിതക കാരണങ്ങളാൽ കരൾ രോഗം ബാധിച്ചത്. ഇരുവരുടെയും കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചതെങ്കിലും ഭീമമായ തുക കണ്ടെത്താനാകാതെ സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. ഗുരുതരമായ രോഗങ്ങൾ വേട്ടയാടുകയാണ് കണ്ണൂർ ചാലോട് ചെമ്പോട്ടിക്കരയിലെ ഒരു കുടുംബത്തെ ഒന്നാകെ. ക്യാൻസർ ബാധിച്ച് അച്ഛനും പിന്നാലെ ഹൃദ്രോഗം ബാധിച്ച് അമ്മയും മരിച്ചു. ഇരുവരുടെയും ചികിത്സക്കായി വൻതുക ചിലവാക്കി സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴാണ് കരൾ രോഗം എന്ന വില്ലൻ കടന്നുവരുന്നത്. കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന കുടുംബത്തിന്റെ അത്താണിയായ സഹോദരങ്ങൾക്കാണ് ഗുരുതരമായ കരൾ രോഗം ബാധിച്ചത്. ജനിതക കാരണങ്ങൾ കൊണ്ടാണ് ഇരുവർക്കും ഒരേ സമയം കരൾ രോഗം ബാധിച്ചതെന്നാണ് വിദഗ്ധ പരിശോധനയിൽ ഡോക്ടർമാരുടെ കണ്ടെത്തൽ. കരൾ മാറ്റിവെച്ചാൽ സഹോദരന്മാരായ ഷനിലിന്റെയും നികേഷിന്റെയും ജീവൻ രക്ഷിക്കാം. 1 കോടി രൂപയോളമാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ട തുക. ഇതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് നിർധന കുടുംബം. അപ്പോൾ അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അച്ഛൻ്റെ ചികിത്സയ്ക്ക് തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അമ്മ പെട്ടെന്നൊരു നെഞ്ചുവേദന മറ്റും അങ്ങനെ കാണിച്ചെല്ലാം കൂടി കുറച്ചൊരു ഇതായി. അമ്മയും അങ്ങനെ അമ്മേൻ്റെ അഞ്ചിയോ അടക്കം ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ ചികിത്സയും അനിയൻ്റെത് 2 വർഷം മുന്നേ ചെയ്യുന്നുണ്ട്. എൻ്റെതും എല്ലാം കൂടി ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മളുള്ള ഭീമമായ ഒരു തുക ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് സാമ്പത്തികമായിട്ട്. ഷനിലിന്റെയും നികേഷിന്റെയും ചികിത്സക്കാവശ്യമായ പണം സമാഹരിക്കാൻ കൈകോർക്കുകയാണ് നാട്ടുകാർ. കെ സുധാകരൻ MP, KK ശൈലജ ടീച്ചർ MLA എന്നിവർ രക്ഷാധികാരികളും കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി KV ചെയർപേഴ്സണും K ജയരാജൻ കൺവീനറുമായാണ് കമ്മിറ്റി രൂപീകരിച്ചത്. സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കാനും പറക്കമുറ്റാത്ത കുരുന്നുകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ സന്തോഷം തിരികെ നൽകാനും ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായമെത്തിക്കാം. കൈരളി ന്യൂസ്, കണ്ണൂർ.